ഹായ്, ഞാൻ മനു, ബിസിനസ് മാനേജർ HSJB ബിസിനസ് സൊല്യൂഷൻസ്. ഇന്ന് ഞാൻ കോഴിക്കോടാണ്. എൻ്റെ ഇപ്പം എന്നുള്ളത് ഇവിടുത്തെ തന്നെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള, ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫേമാണ് ഇയാമ ആർക്കിടെക്ട്സ്. അതിൻ്റെ ഡയറക്ടർ ആൻഡ് ചീഫ് ഡിസൈനറായിട്ടുള്ള ഇതിൻ്റെ വിഷണറി ലീഡർ മുഹമ്മദ് അലി സാറാണ് ഇന്ന് കൂടെ ഉള്ളത്. സോ ഹൈ സർ. ഹായ്. ഓക്കെ, അപ്പോൾ ലൈക്ക് നമ്മളൊരു കൺസൾട്ടിങ് ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഒരു അസോസിയേഷൻ കമ്പനി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ, അതായത് എനിക്കൊന്ന് കമ്പനിയുടെ തുടക്ക സമയത്ത് തന്നെ, ഇൻഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ HSJB ബിസിനസ് സൊല്യൂഷൻസിൻ്റെ തുടക്കകാലത്തിൽ തന്നെ നമ്മളൊരു അസൈൻമെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല, അന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നോക്കി കഴിഞ്ഞാൽ പലർക്കും ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളോളം ചെയ്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്താണ് കൺസൾട്ടിങ്ങിലേക്ക് പലരും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു കൺവിക്ഷൻ സാറിന് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺവിക്ഷനിലേക്ക് സാർ വന്നതും HSJB ബിസിനസ് സൊല്യൂഷൻസിലേക്ക് സാർ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നൊന്ന് പറയാം. ആക്ച്വലി 2010 ആണ് നമ്മൾ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ ഇയാമ എന്ന സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം തുടക്കകാലത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്യുമ്പോഴും ആസ് എ എൻ്റർപ്രണർ ഒരുപാട് സ്ട്രെസ്സും സ്ട്രഗിളിലൂടെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പ്രൊജക്ട്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഉണ്ടായിരുന്ന സ്ട്രെസ്സും എല്ലാം ഒരു ഹൈ ലെവലായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ റെഫറൻസിൽ ഞാൻ എബിൻ ആൻഡ് ദിവേഷ് അവരാണുള്ള പാർട്ട്നേഴ്സ്. അപ്പം അവരെ നേരിട്ട് ഓരോ ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്തു. അവർ നമ്മളെ പറ്റി പഠിച്ചു, നമ്മൾ അവരെ പറ്റിയും പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് ആക്ച്വലി നിങ്ങൾ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലൊന്നും ജനറലി എന്താണ് ഈ ബിസിനസ് കൺസൾട്ടേഷൻ എന്നതിനെ പറ്റിയിട്ടുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവരുടെ സർവീസസ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പം ബിസിനസ്സിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഞങ്ങളൊരു ഡിസൈനർ കൺസൾട്ടേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഡിസൈൻസിൽ വരുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ക്ലയൻസിൻ്റെ സൈഡ്, എല്ലാ ഏരിയാസിലും ഡീറ്റെയിൽഡ് ആയിട്ട് കോമ്പിനേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് ഗ്യാപ്സ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബേസിക്കലി ആസ് എ കൺസൾട്ടൻറ്റ് നമ്മൾ പഠിച്ചിട്ട് ഡിസൈൻ കൺസൾട്ടൻ്റ് ആണ് നമ്മൾ. ബിസിനസ് എന്താണെന്നുള്ളത് ടെക്നിക്കലി പോലും ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു മാനേജ്മെന്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഗ്യാപ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഡേ ടു ഡേയിൽ നമ്മൾ ശരിയായിരുന്നു എന്ന് കരുതി ചെയ്തിരുന്ന പല കാര്യങ്ങളും ശരിയായിരുന്നില്ല. ആക്ച്വലി അവിടെ പലയിടത്തും നമ്മൾ എടുത്തിരുന്ന തീരുമാനങ്ങൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അവിടെ പല സ്ഥലത്തും കറക്ഷൻസ് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നത് ഇവർ വന്നതിന് ശേഷമാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതൊരു ബ്രദറിൻ്റെ മാതിരിയാണ്. കാരണം നമ്മളിപ്പോൾ ഇത്ര കൊല്ലമായിട്ട് എനിക്ക് തോന്നുന്നത് HSJBന്റെ തന്നെ ഏറ്റവും ഫസ്റ്റ് ക്ലയൻസിൽ പെട്ട ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പം ആ കാലഘട്ടത്തിൽ അവർക്ക് ഇപ്പം ഇന്നത്തെ അത്ര ബിസി ആയിരുന്നില്ല അവർ. അപ്പം അവരായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു ഞാൻ. ആ നിലക്ക് പിന്നെ എല്ലാ ഏരിയാസിലും പുള്ളി നമ്മളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഏരിയയിൽ കറക്ഷൻസ് ആവശ്യമുണ്ടായിരുന്നു. അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം ഒരു മാനുവൽ തരും. അപ്പം ആ മാനുവൽ അനുസരിച്ച് ഡയറക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പം ടീം മെമ്പേഴ്സിനൊക്കെ ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പുതിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഞാൻ ആക്ച്വലി പുള്ളിനെ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് ട്രസ്റ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാലും പുള്ളി നമുക്ക് മോശமான ഒരു കാര്യം ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനതങ്ങ് ട്രസ്റ്റ് ചെയ്തു. സ്ലോലി ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വെച്ചാൽ 100% എന്താണോ പുള്ളി പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് റൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അന്ന് ചെയ്തതിനേക്കാൾ ഒരുപാട് ഇരട്ടി പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാമിലി ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ പാഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അന്നത്തെ സമയത്ത് ഫാമിലിക്ക് കൊടുക്കാൻ സമയമില്ലായിരുന്നു, ഒരു ഫാമിലിയിലൊരു ഫംഗ്ഷന് പോകാൻ സമയം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, ടീമിനെ മാനേജ് ചെയ്ത് എങ്ങനെ, അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഈ ഒരു ഇതിൽ നിന്നാണ്. എല്ലാ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ വളരെ തുടക്ക സമയത്ത് എനിക്കൊന്ന് വളരെ കുറഞ്ഞ എംപ്ലോയി സൈസ് ഉള്ള സമയത്താണ് ഇതിലേക്ക് കൺസൾട്ടിങ്ങിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺടർപ്രീനിയർ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ വളരെ വളരെ ചാൻസ് കുറവായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോവുകയും ഇന്ന് ഇപ്പം നമ്മുടെ ടാഗ് ലൈൻ തന്നെ 300 ഡിസൈൻസ് ആൻഡ് 1 ലെഗസി എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ അത്രയും 300 എബോവ് പ്രോജക്ട്സ് ചെയ്തൊരു മാജിക്കൽ നമ്പറിലാണ് നിൽക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ ലൈക്ക് HSJBയുടെ ഒരു ഇതിൻ്റെ അകത്തുള്ളൊരു റോൾ, അതായത് ഇങ്ങനെ ഒരു ബിസിനസ് ഷേപ്പ് ചെയ്യാനും ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു മാനേജ്മെന്റ് ആസ്പെക്റ്റിലും ഓവറോൾ ബിസിനസിന്റെ ഒരു ഗ്രോത്തിലും എങ്ങനെ ഫീൽ ചെയ്യുന്നു സാറിന്?
ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പം 350 പ്രോജക്ട്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ചെറിയ കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിൽ തുടങ്ങിയൊരു പ്രസ്ഥാനം ഇന്ന് വളർന്ന് നമുക്ക് ഓൾ കേരള എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് പ്രൊജക്റ്റ് ഉണ്ട്. തമിഴ്നാട്ടിൽ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സ്പാൻഷനിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റം ഓഫീസിൻ്റെ ഉള്ളിൽ വർക്കൗട്ട് ആയതുകൊണ്ടാണ്. അപ്പം പ്രീവിയസ്ലി നമ്മൾ പ്രൊജക്ട്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം ഇല്ലായ്മ കൊണ്ട് നമുക്ക് സ്കെയിലപ്പിന് ഒരു സാധ്യത ആക്ച്വലി ഉണ്ടായിരുന്നില്ല. സിസ്റ്റം വർക്കൗട്ട് ചെയ്യാൻ 100% അതിൻ്റെ എല്ലാ ക്രെഡിറ്റും HSJBക്കാണ്. അത് അവർ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചതിലൊക്കെ അപ്പുറം ഔട്ട് ഓഫ് ദ സ്കോപ്പിൽ നമ്മൾ ഒരുപാട് ഇതിന്റെ ഡയറക്ടേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മേ ബി നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവർ ആ ഒരു സപ്പോർട്ട് എനി ടൈം നമുക്ക് വിളിക്കാം, സംസാരിക്കാം. പിന്നെ ആ ഒരു ബ്രദർലി ഒരു സാധനം നമുക്ക് നിങ്ങൾ ഡയറക്ടേഴ്സ് തരുന്നുണ്ട്. എനിക്കറിയാം, കാരണം നിങ്ങളായിട്ട് ലാസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും അന്നത്തേക്കാണ് അടുത്തൊരു മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മളന്ന് സംസാരിച്ചത്. ആ ഒരു എപ്പോഴും ഒരു എന്താ പറയുക, നമ്മുടെ കൺസൾട്ടിങ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും അങ്ങോട്ട് വിൻ സിറ്റുവേഷൻ ആണ്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഒരിക്കലും നമുക്ക് എൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയല്ല. അപ്പോൾ എന്തായാലും ആ ലോങ് ടേം തന്നെയാണല്ലോ എപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ, എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ നമ്മൾ കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് ചിലപ്പോൾ നമ്മുടെ ടീമായിട്ടായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം സർ, നമ്മൾ ഈ ഒരു അസൈൻമെന്റ് ചെയ്തു. അസൈൻമെന്റ് ചെയ്യുന്നതിന് മുമ്പ് സാർ ഇതിലേക്ക് എത്താനായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു, ഒരു റീസൺ ഉണ്ടായിരുന്നു. സാർ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് സാർ പറഞ്ഞിരുന്ന നേരത്തെ മാനേജ്മെന്റ് സൈഡിലുണ്ടായിരുന്നു, ടെക്നിക്കൽ സൈഡിൽ നിങ്ങൾ സ്ട്രോങ് ആയിരുന്നു. ലൈക്ക് നമുക്ക് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുന്നത് മുമ്പോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും മാനേജ്മെന്റ് സൈഡിലാണ് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത്. സാർ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പാടില്ലാത്തതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ നമ്മൾ ഗ്യാപ്സ് ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ HSJB ബിസിനസ് സൊല്യൂഷൻസ് നമ്മളിവിടെ അസൈൻമെന്റ് എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് സാറിൻ്റെ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അന്ന് ഇതുവരെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ HSJB ബിസിനസ് സൊല്യൂഷൻസ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തതിന് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്ട് എവിടെയായിരിക്കും സാർ കണ്ടിട്ടുണ്ടാവുക? ഒരു കൺസൾട്ടന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഏരിയാസ് എന്ന് വേണം പറയാൻ ആക്ച്വലി. കാരണം ഇതൊരു ബിസിനസ്സാണ്, ബിസിനസ്സിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉൾക്കൊള്ളുന്നതാണ് ഒരു ബിസിനസ്. ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്താൽ മാത്രമാണ് ഇതൊരു സക്സസ്ഫുൾ ആവുള്ളൂ. ഇപ്പം പ്രൊജക്ട്സ് നന്നായിട്ട് പോവുക, അക്കൗണ്ട്സിൽ അത് കാണിക്കുന്നില്ലെങ്കിൽ ഇത് വർക്കബിൾ അല്ല. അപ്പം എല്ലാ ഏരിയയിലും ഇത് ഒരുപോലെ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ഇത് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുക. ആ ഒരു സക്സസ് ആണ് നമുക്ക് HSJB വന്നതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് സ്റ്റഡീസ് എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഡിസൈനിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ ക്വാളിറ്റിയിലാണ് നമുക്ക് കോൺഫിഡൻസ്. ആ ക്വാളിറ്റി ഇപ്പൊ ഇയാമെന്ന് 300+ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അന്നും ഇന്നും നമ്മുടെ ക്ലയൻസിന് ഓഫർ ചെയ്യുന്നത് ക്വാളിറ്റിയാണ്. അത് എന്ത് വന്നാലും പ്രൊജക്ട് നഷ്ടത്തിലാണെങ്കിൽ കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ക്വാളിറ്റി ആയിട്ടും ഡെലിവർ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു തീരുമാനമാണ് കമ്പനിയുടെ. അപ്പോൾ അവിടെ നമ്മൾ ഈ ടൈം വരെ നമ്മൾ അവിടെ മാറി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ മേ ബി അത് ചിലപ്പോൾ അക്കൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടായില്ല ആ കാലഘട്ടത്തിൽ. ആസ് എൻ എന്റർപ്രൈനർ നമ്മൾ ആലോചിക്കും, നമ്മൾ ഇത്ര പണിയെടുക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പ്രോഫിറ്റബിൾ ആവാത്തത് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം അവിടെയാണ് നമുക്ക് മാനേജ്മെന്റിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു തരുന്ന ആളുകളുടെ ഹെൽപ്പ് ജനറലി ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുക. ആ സമയത്താണ് നമ്മൾ ഇവരായിട്ട് ഹയർ ചെയ്യുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് പ്രോജക്ട്സ് എന്ന് പറയുന്ന ഒരു സെഗ്രിഗേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെതായിട്ട് നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്കിപ്പോൾ നല്ല ധാരണയുണ്ട്. നമ്മൾ എന്ത് പ്രോജക്ട്സ്, ഏത് ടൈപ്പ് പ്രോജക്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്, ഏത് ടൈപ്പ് ക്ലയൻസ് ആണ് നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നത്, നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ആസ് എൻ എന്റർപ്രണർ നമുക്ക് കുറച്ച് സമയം ഫ്രീ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ ഒരു ഹറിയിൽ ഒഴുകുമ്പോൾ നമുക്ക് ആക്ച്വലി ആ സമയവും കാലഘട്ടവും തീരുന്നത് നമ്മൾ ആക്ച്വലി അറിയില്ല. നമ്മൾ ഒരു ആസ് എ ഡയറക്ടർ എൻ്റെ ഡ്യൂട്ടിയിൽ പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള സമയം വേണം. ചിന്തിച്ചിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് അപ്ഡേഷൻസിലേക്ക് പോകണം. ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടുക എന്നുള്ളതിൽ ഓഫീസിൽ കൃത്യമായിട്ടൊരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യണം. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രം ഡെലിഗേഷൻ സംഭവിക്കുക. ഡെലിഗേഷൻ സംഭവിച്ചാലാണ് ഡയറക്ടർ ഫ്രീ ആവുക. ഡയറക്ടർ ഫ്രീ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ചിന്തകൾ വരും. അത് നമുക്ക് ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ജനറലി സക്സസ് സംഭവിക്കുന്നത്. അതൊരു ടീം വർക്ക് ആണല്ലോ ശരിക്കും. അതിലേക്ക് ആ ടീമിനെ ബിൽഡ് ചെയ്യുക, ആ നമ്മുടെ വിഷനൊപ്പം നമ്മുടെ ടീം സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടീം വേറെ വഴിക്കും നമ്മളും പോയിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ അതിലേക്ക് നമുക്ക് അലൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് പ്രോപ്പറായിട്ട് വന്നു. നമുക്ക് ടീമിന്റെ എണ്ണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് വളരെ ചെറിയ ടീമായിരുന്നു. നമുക്ക് ഇപ്പോൾ ഒരു 20 above
ടീമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആസ്പിറേഷൻ അതനുസരിച്ചുള്ള ആസ്പിറേഷൻ ഉണ്ട്, നമ്മളങ്ങനെ ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. നമ്മൾ അടുത്തൊരു 3 years അല്ലെങ്കിൽ 5 years നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതനുസരിച്ചുള്ള പ്രോജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനും നമുക്കതനുസരിച്ച് മുമ്പോട്ട് പോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ സാർ നമ്മുടെ ഒരു കൺസൾട്ടിങ് എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സ്റ്റഡി ഫേസ് ഉണ്ടായിരുന്നു, പ്ലസ് നമ്മൾ ഒരു ഇംപ്ലിമെന്റേഷൻ സപ്പോർട്ടും ഇംപ്ലിമെന്റേഷൻ നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഒരു സാറിന് അതിൻ്റെ എത്രമാത്രം കംഫർട്ട് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ എത്രമാത്രം സാറിന് വയബിൾ ആയിരുന്നു എന്നുള്ള കാര്യം. എനിക്ക് HSGBയിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംപ്ലിമെന്റേഷൻ മെത്തേഡാണ്. ആക്ച്വലി എൻ്റെ കൊളീഗ്സും ഒക്കെ ഇത് എടുത്തിട്ടുള്ള കൺസൾട്ടൻസിനൊക്കെ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കൺസൾട്ടൻസും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസക്കാലം അവരുടെ സ്ഥാപനത്തിൽ വരുന്നു, അവരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആക്ച്വലി ഡയറക്റ്റ് ഈ കൺസൾട്ടൻസ് വന്നിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എംപ്ലോയിയെ പോലെ തന്നെ അവർ എംപ്ലോയീസിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് അവിടെ ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരാണ് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് അവിടെ ലാസ്റ്റ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 3 മാസം അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് കഴിയുന്നതോട് കൂടിയിട്ട് അവർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വർക്ക്ഔട്ട് ചെയ്യാൻ ഈ ഡയറക്ടേഴ്സിന് സാധിക്കാതെ പഴയപടി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ HSGBയിൽ എത്തിയ സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട 100% റെസ്പോൺസിബിലിറ്റി അതിന്റെ ഡയറക്ടേഴ്സിനാണ്. അവിടെ അതിനുവേണ്ട സപ്പോർട്ട് മാത്രമേ HSGB തരുള്ളൂ. അവരില്ലാത്തൊരു സിറ്റുവേഷനിലും ഇത് റൺ ചെയ്യാനുള്ള കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി. കാരണം നമ്മുടെ ടീം ത്രൂ അത് ചെയ്യുക, ടീമിനെ അതിനെ എന്താ പറയുന്നത് അതിലേക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മാനുവൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇത് വായിച്ചേ പറ്റുള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് HSGBയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യുമ്പം നമ്മളും പഠിക്കും, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരും. നമ്മളാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതുകൊണ്ട് അത് ഈസി ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ വർക്കബിൾ ആവും, അത് പ്രാക്ടിക്കലി വർക്കൗട്ട് ആവും. പലരും ഇത് കാണുന്ന ഒരു മാജിക്, എന്തോ ഒരു മജീഷ്യൻ ചെയ്യുന്ന ഒരു മാജിക് പോലെയാണ് പലരും കാണുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ റെഡിയാകും. അത് ഭയങ്കര തെറ്റായ ധാരണയാണ്. കാരണം ഒരിക്കലും കൺസൾട്ടന്റിനെ നിങ്ങൾ വെച്ചു എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആക്ച്വലി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്താണ് അതിന്റെ കാര്യം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ധാരാളം ബാരിയേഴ്സ് വരും, അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് വർക്കബിൾ ആവുക. അത് ഓവർകം ചെയ്യാൻ, അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സപ്പോർട്ടും ഡ്രൈവുമാണ് ആസ് എ കൺസൾട്ടിംഗ് ടീം എന്നുള്ള രീതിയിൽ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പം ഇത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ഫാക്ടറാണ്. അത് അവർ വന്ന് ചെയ്തത് കൊണ്ട് ഇത് വർക്കൗട്ട് ആവില്ല. ആക്ച്വലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു പോളിസി ഒരു നല്ലൊരു ഐഡിയ ആണ് ആക്ച്വലി. അപ്പൊ അത് വർക്കൗട്ട് ആയതുകൊണ്ടാണ് നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പം എനിക്ക് അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, കാരണം അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പം ധാരാളം ഓണ്ടർപ്രന്യേഴ്സ് ഉണ്ടല്ലേ, പലരും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പോഴും കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ മേ ബി അവർ ചിന്തിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിന്തിച്ചാൽ തന്നെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പലരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓണ്ടർപ്രന്യേഴ്സിന്റെ ഒരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ആസ് എ ഓണ്ടർപ്രന്യൂർ, ആസ് എ എന്താ പറയുക ആർക്കിടെക്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മുഹമ്മദ് അനീസ് സാറിന് അവരോട് എന്താണ് പറയാനായിട്ടുണ്ടാവുക? അങ്ങനെ ഒരു ഇതിലേക്ക്, അങ്ങനെ ഒരു സജഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു റെഫറൻസിലേക്ക് HSGB ബിസിനസ് സൊല്യൂഷൻസിനെ സാർ കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി അത് കാണുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് സാർ പറയുന്നത് അല്ലെങ്കിൽ കാണുന്ന റീസൺ എന്തായിരിക്കും? ആക്ച്വലി അപ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ കേസ് തന്നെ എടുക്കാം. അപ്പം ഞാൻ ജനറലി ആസ് എൻ ആർക്കിടെക്ചറൽ കൺസൾട്ടൻറ്റ് ഇവിടെ എല്ലാ ടൈപ്പ് പ്രൊജക്ട്സും ഇവിടെ വരും. റെസിഡൻഷ്യൽ പ്രോജക്ട്സ് വരും, കൊമേഴ്ഷ്യൽ ക്ലയൻസ് വരും, ഹോസ്പിറ്റാലിറ്റി വരും. അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കും ബിസിനസ് റൺ ചെയ്യുന്ന കൊമേഴ്ഷ്യലി വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ക്ലയൻസ്. ഇപ്പോൾ ഇത്തരം ക്ലയൻസ് വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ തന്നെ ഹയർ ചെയ്യണം. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെ പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ സക്സസ് ആയാൽ മാത്രമാണ് നമ്മൾക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സിസ്റ്റം വേണം. ഈ സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ HSGB പോലുള്ള നല്ല സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് വർക്കൗട്ട് ആവുക. അപ്പം നമ്മൾ പലപ്പോഴും ഞാൻ ഒരുപാട് കമ്പനീസിനെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഫർ ചെയ്തതിൽ നോക്കിയാൽ കാണാം എല്ലാം എൻ്റെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലുള്ള ഞാൻ നോക്കി കഴിഞ്ഞാൽ സാർ ഒത്തിരി റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് അത് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു
അതിന്റെ ഒരു വാല്യൂ കീപ്പ് ചെയ്യാൻ നമുക്കും പറ്റുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ബേസിക്കലി ക്ലയൻസ് രക്ഷപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അവർ രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അവർക്ക് മിക്ക ആളുകളും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഇത് നടത്താൻ അറിയാതെ നശിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മുടെ ക്ലയൻസിന് സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തും എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങളെ. ഇപ്പൊ കുറെ അധികം എലൈറ്റ് ക്ലാസ്സിലുള്ള ബിസിനസ് ക്ലാസ്സിലുള്ള കുറെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കോൺടാക്ട്സും അത്രയും ആൾക്കാരുമായിട്ടുള്ള അടുപ്പവും സാർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ സ്ട്രഗിൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആസ് എ എന്റർപ്രനർ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ടീമിനെ സജസ്റ്റ് ചെയ്യുകയും അത് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് HSAP ബിസിനസ് സൊല്യൂഷൻസിലേക്ക് എത്തുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ സാർ വളരെ തിരക്ക് പിടിച്ച സമയത്താണ് ഒരു ട്രാവലിന് ശേഷം വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു സാർ ഇത്ര ഒരു ടൈം എനിക്കൊന്ന് മോർണിംഗ് ടൈം സാർ കുറെ തന്നു. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ സാർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇനിയും മുമ്പോട്ട് ധാരാളം അച്ചീവ്മെന്റ്സ് നമുക്ക് നേടാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും HSAPയുടെ സൈഡിൽ നിന്ന് പേഴ്സണൽ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച്.